ചോദ്യപേപ്പർ ചർച്ചയിൽ പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്താൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും സംശയം. കോഴിക്കോട് ജില്ലാ കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതരമായ ഈ പരാമർശങ്ങളുള്ളത്. നമുക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഈ ഓണപരീക്ഷയിൽ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, കെമിസ്ട്രി ചോദ്യങ്ങളൊക്കെ ഈ MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് മുന്നിലേക്ക് വരുന്നത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ആദ്യം തന്നെ മന്ത്രിയടക്കമുള്ളവർ ഈ സംശയം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ചോദ്യപേപ്പർ ചോരാതെ എങ്ങനെ കൃത്യമായി ഈ ചോദ്യങ്ങൾ ക്രമനമ്പർ പോലും തെറ്റാതെ പ്രവചിക്കാൻ MS സൊല്യൂഷൻസിന് കഴിഞ്ഞുവെന്ന് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, ചോദ്യപേപ്പർ ചോർച്ചയിൽ ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിനെ പ്രതി ചേർത്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ ഷുഹൈബ് ഇതിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗൂഢാലോചന, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതുപ്രകാരമാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോർന്നത് എന്ന് കാണിച്ചുകൊണ്ട് കോടതിക്ക് മുൻപിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നത്. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യ ഹർജി, ഷുഹൈബിന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇതിൽ 7ഓളം വകുപ്പുകൾ ചുമത്തിയിട്ടും ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടും എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പിനെ എന്തുകൊണ്ട് പ്രതി ചേർത്തിട്ടില്ല എന്ന് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ ഇത്തരത്തിൽ ചോദ്യം ചോർത്താൻ കഴിയില്ല. മാത്രവുമല്ല, കെമിസ്ട്രി അധ്യാപകനായിട്ടുള്ള ഷുഹൈബ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർത്തിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടിയതോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകർ ചോർത്തിക്കൊടുത്തതോ ആണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനപ്പുറം പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് പേരുകൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ആരാണ്? ഇപ്പൊ ഫോൺ കോൾ രേഖകളടക്കം സ്വാഭാവികമായും പരിശോധിച്ച് കാണുമല്ലോ. പേരുകളിലേക്ക് എത്തുന്നുണ്ടോ? ക്രൈംബ്രാഞ്ച് ഇതിൽ പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തി എന്നല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകം പേര് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, അതായത് MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബിനെ ഇതിൽ പ്രത്യേകമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഷുഹൈബിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഒളിവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നോട്ടീസ് നൽകിയിട്ടുള്ള മറ്റു അധ്യാപകരെയും ക്രൈംബ്രാഞ്ചിന്റെ മുൻപിലേക്ക് ഇതുവരെ എത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ